അപ്പോഴേ ഇന്ന് എന്താണ് ഈ കാടും പടലൊക്കെ ആയിട്ട് വന്നതെന്നായിരിക്കും ചിന്തിക്കേണ്ടാവുക അല്ലേ? ഇതേ വെറും ഒരു കാടും പടലായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോ. ഇത് മനസ്സിലായില്ല എല്ലാവർക്കും? ഇതാണ് കടുകിന്റെ ഇല. അപ്പോൾ സത്യത്തില് ഈ കടുകിന്റെ ഇല എന്ന് പറയുന്നത് 2 തരത്തിലൂടെ ലഭിക്കും കേട്ടോ. കുറച്ചുകൂടെ നല്ല പൂവൊക്കെ നന്നായി വിരിഞ്ഞ യെല്ലോ കളർ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സംഭവം ഉണ്ട്. അതിൽ ഇതിന്റെ പച്ച കളർ ഇച്ചിരി കുറവായിരിക്കും, ലൈറ്റ് പച്ചയായിരിക്കും. അതായത് ഒരു തത്തമ്മയുടെ ഒക്കെ കളർ ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റ് പച്ചയായിരിക്കും. പക്ഷെ അതിനൊരു ചെറിയൊരു ചൊവയുണ്ട്, അതെനിക്കിഷ്ടമല്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഡാർക്ക് പച്ചയാണ് കേട്ടോ. ഈ സംഭവം എന്ത് രസമാണെന്ന് അറിയാം ഇത് കാണാനായിട്ട്. ഞാനിത് ഇന്നലെ വാങ്ങിയതാണ്. എന്താ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഇങ്ങനെ വാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഈ ഡാർക്ക് പച്ചയ്ക്ക് അത്ര പ്രശ്നമില്ല. അപ്പം നമുക്കിത് തോരൻ ആക്കി വെക്കാം, പിന്നെ പരിപ്പ് കറിയിലിട്ട് വെക്കാം. സൂപ്പറാണ് കേട്ടോ. നമ്മൾ ചീരയൊക്കെ ഇട്ട് വെക്കുക, അതേപോലെ സൂപ്പറാണ് ഈ സംഭവം. ഇതിൻ്റെ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വിറ്റാമിൻ കെ, എ, അതുപോലെ തന്നെ ഇത് ദഹനക്കേടിന് ഭയങ്കര നല്ലതാണ്. അമിത രക്തസമ്മർദ്ദമുള്ളവർക്ക് നല്ലതാണ്. നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ബെസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നമ്മളുടെ എന്താ പറയുക ഹെയറിനും വളരെ നല്ലതാണിത്. പിന്നെ ഇതിൽ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടാണല്ലോ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാവുന്നത്. പിന്നെ ഇതിൽ പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം, വൈറ്റമിൻസും മിനറൽസിൻ്റെ ഒക്കെ കലവറയാണിത്. അപ്പോൾ ഇത് കഴിച്ചത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. ശരിക്കും ഈസ്റ്റിലൊക്കെ കൂടുതലും ആളുകൾ കടുകിൻ്റെ എല്ലാം അവർ യൂസ് ചെയ്യും. പിന്നെ കടുകിൻ്റെ എണ്ണ അവർ യൂസ് ചെയ്യും. ഞാൻ ആദ്യം അരുണാചലായിരുന്ന സമയത്ത് കടുകിൻ്റെ എണ്ണ എന്താ പറയുക, നമുക്ക് വേറെ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കട്ടായി പോവും, ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിൻ്റെ എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട്, അത് നമുക്കൊന്നും പിടിക്കില്ല. പിന്നെ അത് യൂസ്ഡായി വന്നു. കാരണം തണുപ്പ് സമയത്ത് ആ കടുകിൻ്റെ എണ്ണ അവിടെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നീട് എനിക്ക് കുഴപ്പമില്ല, കുറച്ച് നാൾക്ക് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പം അത് നമുക്ക് പിന്നെ വലിയ പ്രശ്നമില്ലാണ്ടായി. അതേപോലെ ഇന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്യാൻ പോയി, ഇത് നമ്മുടെ പരിപ്പിലിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. ഒരു ഇച്ചിരിക്കോളം പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, വെറുതെ ചാറില്ല. ഇന്നലെ ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാ. അപ്പോൾ ആ മീൻ കറിയുടെ കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ പരിപ്പും ഇലയും കൂടെ ജസ്റ്റ് ഒന്നതിൻ്റെ ഹാഫ് ഞാൻ എടുക്കുന്നുള്ളൂ, ഹാഫ് നാളെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പരിപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പോവാണ്. ഇത് കഴുകിയിട്ട് ഇനി ഇത് നല്ലോണം കുനുകുനുന്നെ അരിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പരിപാടികളിലേക്ക് പരിപ്പ് കറിയിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ പരിപ്പ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴുകുക, ഇത് കട്ട് ചെയ്യുക, കൂട്ടാൻ കാച്ചുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കാണാം. അപ്പോൾ അതാ നമ്മളിത് കഴുകാണ് കേട്ടോ. അത് നന്നായി ഒന്ന് കഴുകിയെടുക്കണേ നമുക്ക്. ഞാൻ കുറച്ച് ഇല എടുക്കുന്നുള്ളൂ, കാരണം കുറച്ച് നാളത്തേക്ക് എടുക്കാം. മൊത്തം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഇതിൽ വാടി ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് മാറ്റട്ടെ കേട്ടോ. കുറച്ച് വാടി ഇലയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇത് ഇവിടെ ഇതുണ്ടല്ലോ, വെറുതെ ബോയിൽ ചെയ്ത് കഴിക്കും കേട്ടോ ഈ സംഭവം. ഞാനിതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വാടിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി. ഞാൻ ഇത് എന്താ പറയുക പകുതിയാക്കി. നല്ല ഭംഗിയായിട്ട് അത് നിൽക്കണത് കാണാനായിട്ട്. നല്ല രസമാണ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇങ്ങനെ നിറച്ച് പച്ചയും മഞ്ഞയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കുനുകുനൂന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കടുകിൻ്റെ ഇല ഞാനിങ്ങനെ ഇതാ കുനുകുനൂന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തണ്ട് കുറച്ചൊക്കെ നല്ല എന്താ പറയുക മൂത്തതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മാറ്റി, കണ്ടോ നല്ല മൂത്ത തണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റി. അപ്പം കുറച്ച് ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അത്ഭുത സ്രോതസ്സിനെ നമുക്ക് പരിപ്പിലിട്ട് കുത്തിപ്പൊടിച്ച് കാച്ചാം, നമ്മുടെ ചീരക്കറിയൊക്കെ വെക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ അതാ നമ്മളങ്ങനെ ഇത് പരിപ്പ് വെക്കാൻ പോവാണ്. പരിപ്പും ഈ നമ്മളുടെ ഈ ഇലയും കൂടെ നമ്മൾ വെക്കാൻ പോവാണ്. തീ കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പരിപ്പ് കുറച്ച് ഇച്ചിരിക്കോളം വെള്ളമാക്കിയിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അധികം വേവിച്ചില്ല, ഉടച്ചില്ല വല്ലാണ്ട്. ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. കുറച്ച് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെയാവുന്നതാണ് എനിക്കിഷ്ടം. ഈ എന്താ പറയുക ചാറില്ലാതെയാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കാൻ പോവാണ് കേട്ടോ. സവോളയും വെളുത്തുള്ളി കേട്ടോ.
ഹലോ സുഹൃത്തുക്കളെ, ഞാനിതിൻ്റെ ഈ ഇല ഇടുന്ന ഭാഗം എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, സഹകരിക്കണം. ഇതിൽ ഞാൻ മുളക് മൂപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇല അതിലേക്ക് ഇടുക ചെയ്തത്. കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് വാടി വരാനായിട്ട് വെയിറ്റ് ചെയ്തു. ആ വാടി വരുന്നതിനിടയിലാണ് വന്നിട്ടാണ് ഞാൻ പരിപ്പ് അതിലേക്ക് ഇട്ടത് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചത്. പിന്നെ ഇത് ഈസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഈസ്റ്റിൽ ഇവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഭയങ്കരമായിട്ട് ഇവിടെ എല്ലാവരും ബോയിൽ ചെയ്ത് അവരുടെ ഏതൊരു പരിപാടിക്ക് ഏതൊരു വീട്ടിൽ പോയാലും ഈ സംഭവം എന്തെങ്കിലും ഉണ്ടാവും ബോയിൽ ചെയ്തത്. അതെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചോറാണ് കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇവർ പ്രത്യേകിച്ച് ഒന്നും കഴിക്കില്ല. ചിലപ്പോൾ ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സിലൊക്കെ ആയിരിക്കും ഇവർ ഒതുക്കുക. പിന്നെ ഡിന്നറിന് ഒരു 6:30-7 മണിയൊക്കെ ആവുന്നതോട് കൂടി അവരുടെ ഡിന്നർ അവർ ക്ലോസ് ചെയ്യും ഏകദേശം. പിന്നെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. അപ്പം മെയിൻ ഡിഷിൽ ഒന്നാണ് ഈ സംഭവം. ഈ ലീഫ്, ഏതെങ്കിലും ഒരു ലീഫ് ഉണ്ടാവും, മത്തൻ്റെ ഇലയോ അല്ലെങ്കിൽ ബീൻസിൻ്റെ ഇലയോ അല്ലെങ്കിൽ ഈ കടുകിൻ്റെ ഇലയോ ഏതെങ്കിലും ഒക്കെ കുറേ തരത്തിലുള്ള ലീഫുകൾ നമുക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഞാൻ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കിണറ്റിലുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ പതിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു വെള്ളപ്പൊടി കൊണ്ട് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പം അത് വരെ ഇവർ അതന്ന് ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവർ കഴിക്കാറുണ്ട്. അപ്പം ഏകദേശം എന്താ നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് മുളകൊക്കെ ഇടാം. ഞാൻ എന്താ ഇത് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുത്തുമുളകാണ്, പൊളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ കുത്തുമുളക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കുത്തിപ്പൊടിച്ച് കാച്ചണ പോലെ തന്നെയാണ് കേട്ടോ. അതൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ FBയിലാണ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക. അത് ഇന്ന് സൺഡേ ആണ്, ഡേറ്റ് പറയുകയാണെങ്കിൽ 23 സൺഡേ ആണ്. അപ്പോൾ എൻ്റെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കെറ്റിലാണ് ചോറ് വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം എൻ്റെ കെറ്റിലിൽ ഞാൻ ചോറ് ഓൾറെഡി അരി ഇട്ടിട്ട് ഞാനൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇത് വെന്തിട്ട് കുറച്ചും കൂടി വേവാനുണ്ട്. എന്നിട്ട് വെന്തതിന് ശേഷം ഇതിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. നല്ല എന്താ പറയുക, മലര് പോലെ ഇരിക്കും ചോറ്, അടിപൊളി. അപ്പോൾ നമ്മുടെ പരിപ്പ് കടുകില തോരൻ ശരിയായോ നോക്കാം. വാവ്, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നല്ല കടുകില പരിപ്പ് തോരൻ ഭംഗിയായിട്ടില്ലേ, രസമായിട്ടില്ലേ? ഓക്കെ, സോ അപ്പം നമുക്കിത് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മീൻ കറി കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ഇച്ചിരിക്കോളം വാങ്ങിച്ചതാണ്. അപ്പം ഇന്നലെ 2 പീസ് കഴിച്ചു, അതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പം അതൊന്ന് ചൂടാവട്ടെ. പിന്നെ ഞാൻ ചോറ് പറഞ്ഞില്ലേ, ചോറ് ഇച്ചിരിക്കോളം കൂടിയും ആവാനുണ്ട്. കണ്ടോ, ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാനതൊന്നുകൂടെ ഒന്ന് വേവിക്കട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ചോറ് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ചോറ് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം കൂടെ ഒന്ന് ഇരുന്നാൽ മതി. കണ്ടോ, നല്ലോണം തിളയ്ക്കുന്നുണ്ടോ ചോറ്? ഓക്കെ, അപ്പോൾ അതൊന്ന് തിളക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ് ഇതേ കണ്ടോ, ചോറിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൽ വേവിച്ചാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പരിപ്പും നമ്മുടെ കടുക് ഇല തോരൻ പോലെ വെച്ചത്. പിന്നെ ഇത് രാവിലത്തെ ഞാൻ പുട്ടും കടലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കടലക്കറി രാവിലത്തെ ബാക്കി വന്നതാണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ അത് ചോറുണ്ണാണ്. സൂപ്പറായിട്ടോ, നല്ല ടേസ്റ്റ്. നമ്മളുടെ കടുകിൻ്റെ ഇലയ്ക്ക് അതിൻ്റെ ചുവയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തോരൻ പോലെ ആയിട്ടുണ്ട്. സൂപ്പർ. മീൻ കറിയും കൂടെ കൂട്ടിയോട്ടെ. മീനിൻ്റെ കഷ്ണം സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും എല്ലാ കൂട്ടരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. ബൈ.